ശംഷാബാദ് രൂപതയിൽ സുവിശേഷവൽക്കരണത്തിന് നിരവധി സാധ്യതയുണ്ടെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ 2022 സുവിശേഷവൽക്കരണ വർഷമായി ആചരിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വിശദീകരണം. ഷെക്കന ന്യൂസിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മീഡിയ സെന്റർ സന്ദർശിച്ച് ആശംസകൾ നേരുവാൻ എത്തിയപ്പോഴായിരുന്നു അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രതികരണം. സീറോ മലബാർ സഭയുടെ 31ാമത്തെ രൂപതയായ ശംഷാബാദിൽ ഭാരതത്തിലെ പല നഗരങ്ങളിലായി ചിതറിക്കിടക്കുന്ന സീറോ മലബാർ വിശ്വാസികളെയും പ്രേഷിത പ്രവർത്തനം നയിക്കുന്നവരെയും ഐക്യത്തോടും സഭാവിശ്വാസത്തോടും ചേർത്തുപിടിക്കുകയെന്ന മഹനീയ ദൗത്യമാണ് രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവിനുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 10 3ാമത് രൂപതാ ദിനം ആഘോഷിച്ചപ്പോഴും സുവിശേഷവൽക്കരണത്തിന്റെ കാലിക പ്രസക്തി ശംഷാബാദ് രൂപത വിസ്മരിക്കുന്നില്ല. അതിനാൽ തന്നെ സുവിശേഷവൽക്കരണ വർഷം കൊണ്ടാടാനൊരുങ്ങുകയാണ് ശംഷാബാദ് രൂപത. വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950ാമത്തെ വാർഷികമായ 2022 സുവിശേഷവൽക്കരണ വർഷം ആചരിക്കുന്നതിനായി ശംഷാബാദ് രൂപത തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിസ്തൃതിയുടെ കാര്യത്തിൽ മറ്റു രൂപതകളെ പിന്നിലാക്കുന്ന ശംഷാബാദ് രൂപതയിൽ സുവിശേഷവൽക്കരണത്തിന് നിരവധി സാധ്യതയുണ്ടെന്നും യേശുവിനെ അറിയാത്ത സർവ്വ മനുഷ്യരിലേക്കും സുവിശേഷം എത്തിക്കാൻ നല്ലൊരു അവസരമാണിതെന്നും ശംഷാബാദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഷെക്കാന ന്യൂസിനോട് പറഞ്ഞു. ഒരുപാട് സുവിശേഷവൽക്കരണത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. യേശുവിനറിയാത്ത സർവ്വ മനുഷ്യരിലേക്കും കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാനായിട്ട് കർത്താവ് നമുക്ക് ഒരുക്കുന്ന വലിയൊരവസരം. നിങ്ങൾ പോകുവിൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സർവ്വ മനുഷ്യരോട് പ്രസംഗിക്കുവിൻ, സുവിശേഷം അറിയിക്കുവിൻ, വിശ്വസിക്കുന്നവരെ നിങ്ങൾ മാമോദീസ മുക്കുവിൻ. ശംഷാബാദ് രൂപത 2022 സുവിശേഷവൽക്കരണ വർഷമായിട്ട് കൊണ്ടാടുകയാണ്. അതേസമയം സുവിശേഷവൽക്കരണ വർഷം വിജയമാക്കി തീർക്കുവാൻ കേരളസഭ കടപ്പെട്ടിരിക്കുകയാണെന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. ഈ ഒരു അവസരം കേരളസഭ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയിലെ എല്ലാവരെയും സുവിശേഷം അറിയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, പ്രതിബദ്ധമായിരിക്കുന്നു. 23 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും 2 ദ്വീപുകളും അടങ്ങുന്നതാണ് ശംഷാബാദ് രൂപത. ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപതയായ ശംഷാബാദ് രൂപതയിൽ തെലങ്കാന മുതൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 80ലധികം വൈദികരും 1.25 ലക്ഷത്തിലധികം വിശ്വാസികളുമുള്ള ശംഷാബാദ് രൂപതയുടെ പ്രഖ്യാപനം 2017 ഒക്ടോബർ 10 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായാണ് നിർവഹിച്ചത്. ഷെക്കാന ന്യൂസിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മീഡിയ സെന്റർ സന്ദർശിച്ച് ആശംസകൾ നേരുവാനെത്തിയപ്പോഴായിരുന്നു അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ പ്രതികരണമുണ്ടായത്. മാർ റാഫേൽ തട്ടിൽ മീഡിയ സെന്ററിലെ പ്രവർത്തകരുമായി സംവേദിച്ച പരിപാടിയിൽ ഷെക്കാന ന്യൂസ് എംഡിയും പ്രശസ്ത വചനപ്രഘോഷകനുമായ സന്തോഷ് കരുമത്ര, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിൻസൻ വി ജി, ഡയറക്ടർ ജോസ് വർഗീസ് എന്നിവരും സംസാരിച്ചു. ഷെക്കാന ന്യൂസ്, തൃശൂർ.